ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പൊ ആദ്യം തന്നെ ലെറ്റ്സ് പ്രിപ്പയർ ദിസ് കുതിരവാല. അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറച്ച് സിറം അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യൂ ഗൈസ്. പക്ഷേ ഹെയർ സ്ട്രേറ്റ് ചെയ്ത ശേഷം ട്രൈ ചെയ്യരുത്, വീണ്ടും ഹെയർ വേവി കർലി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഹെയറിലേക്ക് സിറം നന്നായിട്ട് പിടിക്കണം എന്ന് ആഗ്രഹം ഉള്ളവർ ഡു ട്രൈ ദിസ് മെത്തേഡ്. നല്ല അടിപൊളിയായിട്ട് സിറം നിങ്ങൾ ഹെയറിലേക്ക് അബ്സോർബ് ആവും, എക്സ്ട്രാ ഷൈൻ തരും നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ മാക്കിൻ്റെ ഫൗണ്ടേഷൻ ആൻഡ് കൺസിലർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഹൈലൈറ്റർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി. കൊതിപ്പിച്ച് കടന്നോളെ. കൺസിലർ എൻ്റെ ഷെയ്ഡാണ് NW35. ഓ മൈ ഗോഡ് ഗൈസ്, എന്തൊരു ഷെയ്ഡ് പെർഫെക്റ്റ് മാച്ച് ആവുകൊണ്ട് പോരാണ്. നന്നായിട്ട് കവറേജ് തരുന്നുണ്ട്. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ജസ്റ്റ് വാനിഷ് ആയി പോയി, മാഞ്ഞു പോയി. പൊളി സംഭവം, നന്നായിട്ട് ബ്ലെൻഡ് ആവുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി എല്ലാം പൊളി. കാരണം കൊട്ടക്കണക്കിന് കാശ് ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. എൻ്റെ നമ്മുടെ ഫൗണ്ടേഷൻ ആദ്യം മേടിച്ച ഷെയ്ഡാണ് NW30. പാക്കേജിങ് എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയുണ്ടോ? യെസ്. ബൈ ദ വേ, ഈ ഒരു NW30 മേടിക്കാൻ കാരണം 30ക്ക് വില കുറവായിരുന്നു, 35ക്ക് കൂടുതലായിരുന്നു. ഞാൻ അവിടെ തന്നെ എനിക്ക് പണി കിട്ടി. ഈ ഷെയ്ഡ് എനിക്ക് തെറ്റി ഗൈസ്. NW മീൻസ് ബോം ആയിരിക്കണം, പക്ഷെ ഇത് കൂൾ ആൻഡ് ടോണായിരുന്നു. അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറയുന്ന, ക്യാമറയിൽ അത്ര സീൻ ഇല്ല, പക്ഷെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ തോന്നിയില്ല. ഒരു കൂസലില്ലാണ്ട് കാശ് ചിലവാക്കി മേടിച്ചത് കൊണ്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡിന്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കി. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് പിടിച്ചില്ല. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ വേറൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് നോക്കി, ആൻഡ് എനിക്ക് അത് പിടിച്ചില്ല. പിന്നെ ഫൈനലി ഞാൻ മൂന്നാമത്തെ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് നോക്കി, ആൻഡ് ഗസ് വാട്ട്, എനിക്ക് അതും പിടിച്ചില്ല. ഇതിൻ്റെ മുകളിൽ വേറെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എൻ്റെ ചുണ്ടിന് താകൂല. അതുകൊണ്ട് ക്ലെൻസിങ് ബാബ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്തു. കാരണം ഒടുക്കത്തെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അറ്റ് ദിസ് പോയിന്റ്. എന്നിട്ട് എനിക്ക് കോൺഫിഡൻസ് തോന്നി ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ അപ്ലൈ ചെയ്തു. നോ, അങ്ങനെ വിടമായിട്ട് നമുക്ക് സൂട്ട് ആവേണ്ടിരുന്ന ആ ലിപ്സ്റ്റിക് ഇല്ല, അതിനെ കുറച്ച് എടുത്തിട്ട് എനിക്ക് വേണ്ടാത്ത മോയ്സ്ചറൈസർ അതിൻ്റെ കൂടെ മിക്സ് ആക്കിക്കൊണ്ട് ഗസ് വാട്ട്, ഇവിടെ ഞാൻ ബ്ലഷ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, ആൻഡ് അത് തന്നെ ഞാൻ ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്തു, ലോവർ ലിഡുമേ അപ്ലൈ ചെയ്തു. ഇവിടെ എനിക്ക് തെറ്റിദ്ധാരണ വന്നു ഞാൻ സുന്ദരിയായെന്നുള്ളത്. പിന്നെ എത്ര തുപ്പൽ പറ്റി പറഞ്ഞാലും നിങ്ങൾ മേടിക്കാത്ത ലാഷ് കളർ യൂസ് ചെയ്ത് ഞാൻ നന്നിട്ട് ലാഷസിനെ കേൾ ചെയ്തു. എന്നിട്ട് ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. അടിപൊളിയൊക്കെ തന്നെയാണ്, പക്ഷെ വാട്ടർ പ്രൂഫ് പോയിട്ട് വാട്ടർ റെസിസ്റ്റന്റ് പോലും അല്ല. ഞാൻ ഏതൊരു മൂലയ്ക്ക് കടന്നിരുന്നു ഈ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ ഒരച്ചൊരച്ചിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ കുത്തി വരച്ച് എങ്ങനെയെങ്ങാണ്ടൊക്കെ ഐബ്രോസ് സെറ്റ് ആയി. ഞാൻ എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ ഡേൻറ്റി ജ്വല്ലറിയിലൂടെ ഈ ഒരു പാമ്പ് പോലത്തെ ഹഗീസ് ഇയറിംഗ് ഇട്ടു, എന്നിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടു. പക്ഷെ അപ്പോഴെനിക്ക് തോന്നിയത് ഈ ഒരു ഇയറിംഗ് എനിക്ക് പിടിക്കണില്ല എന്നുള്ളത്. ഞാൻ വേറെ ഇയറിംഗ് ഇട്ട് എന്നിട്ട് ഈ ഒരു കഫ് ബ്രേസ്ലെറ്റ് ഇട്ട് ഇവിടെ ലുക്ക് കംപ്ലീറ്റ് ആയതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വീണ്ടും ഗസ് വാട്ട്, ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് ഫ്രീ കിട്ടിയ സാധനം ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ പിഗ്മെന്റേഷൻ ഒരു രക്ഷയിലെ പൊളി സംഭവമായിട്ടാ. അപ്പൊ കൺസിലർ ഇത് മേടിച്ചതിന്റെ ഒപ്പം ഫൗണ്ടേഷൻ ഫ്രീ ആയിട്ടാണ് കിട്ടിയെന്ന് ഞാൻ ധരിച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്, ആൻഡ് ദീസ് ആർ ഓൾ ദ ഫിൽട്ടർ അടിച്ചേക്കണ ഫോട്ടോസ്. എങ്ങനെയുണ്ട് ഗൈസ് കാണാൻ?